ഈശ്വരൻ ഗുരുവായിട്ടവതരിച്ചു. ആത്മാവിലധിവാസം ചെയ്തിടുന്നു. അറിവിൻ്റെ ഇരിപ്പിടം ഗുരുവാകുന്നു. ഗുരുവിൽ നിന്നല്ലാതൊരു അറിവില്ലല്ലോ. അറിയേണ്ടതറിയുന്ന ആത്മാക്കൾക്ക് ഗുരുവിൻ്റെ രൂപം തന്നിൽ തെളിഞ്ഞു കാണാം. ഗുരുരൂപമകതാരിൽ തെളിഞ്ഞു കണ്ടാൽ ആരാധ്യരൂപമെന്നു ബോധ്യമാകും. ആരാധ്യരൂപനെ ആരാധിച്ചാൽ ആനന്ദമനുദിനം അനുഭവിക്കാം. ഈശ്വരൻ ഗുരുവായിട്ടവതരിച്ചു. ആത്മാവിലധിവാസം ചെയ്തിടുന്നു. ഭഗവാൻ തിരുമേനിയുടെ പാതാരവിന്ദം നമസ്കരിച്ച് ആചാര്യന്മാരെ വണങ്ങി ഭക്തജനങ്ങൾക്ക് എൻ്റെ നമസ്കാരത്തെ ഞാൻ അറിയിക്കുന്നു. ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ അവതാരമാണെന്നും അവസാനമായി വന്നവനാണെന്നും ഞാൻ പലതവണ പറയുകയുണ്ടായി. ഇതറിയുവാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്ക്, അല്ലെങ്കിൽ ഭഗവാനോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്ക്, നമുക്ക് ഭഗവാനെ അറിയുവാൻ വഴികൾ 3 രീതിയിൽ തരംതിരിക്കാം. ഒന്ന്, അതിശയപ്രവൃത്തികൾ അല്ലെങ്കിൽ അത്ഭുത പ്രവൃത്തികൾ. അടുത്തത് ഭഗവാന്റെ ജീവചരിത്രം. മൂന്നാമത്തേത് ആധ്യാത്മിക വഴികൾ അല്ലെങ്കിൽ തത്വചിന്തകൾ. 96 തത്വത്തിൽ അടങ്ങിയതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ആധ്യാത്മിക വഴികൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം, ആനന്ദം, നാമസങ്കീർത്തനം. ഇതുപോലെ പല അറിവുകൾ ഭഗവാൻ നമ്മളിലേക്ക് പകർന്നു തന്നിട്ടുണ്ട്. ആ അറിവുകൾ എല്ലാം ചേർത്താൽ 96 തത്വങ്ങളുണ്ടെന്നാണ് അറിയുന്നത്. ഞാൻ ഈ വിവരങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ അറിവുകൾ മുൻ കർമ്മകർത്താവായ ധർമാനന്ദ സ്വാമികളിൽ നിന്നും ആണ് അറിഞ്ഞിരിക്കുന്നത്. പല ആരാധനാവേദികളിലും സ്വാമിജികൾ ഇത് പറയാറുണ്ടായിരുന്നു. ഭൗതിക അവസ്ഥയിൽ എൻ്റെ വല്യച്ഛനായതിനാൽ എനിക്ക് കൂടുതൽ അടുത്തിടപഴകാൻ സാധിച്ച സമയങ്ങളിൽ ഞാൻ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളാണിത്. അത് ഇന്നത്തെ യുവജനങ്ങൾ പലരും എന്നെ കാണുകയും ചേച്ചി ഇനിയും ചെയ്യണം, ഞങ്ങൾക്കിതൊക്കെ പറഞ്ഞു തരണം എന്ന് അറിയിച്ചതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ലളിതമായ യുവജനങ്ങളിലേക്ക് പകരുവാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.